ഹായ് വെൽക്കം ടു എജുബിറ്റ്സ് ലേണിംഗ്. ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം അടുത്ത് വരികയാണ്. നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പൊക്കെ ഓരോ ഓപ്ഷൻസ് അതിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചും കൂടി സ്പീഡായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക, അതുപോലെ ഓപ്ഷൻസ് പെട്ടെന്ന് തന്നെ നോക്കുക. ജസ്റ്റ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ഓപ്ഷനിലുള്ള മറ്റ് കാര്യങ്ങളും വീണ്ടും വരും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ, ഒരാഴ്ചയില്ല, ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൽ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവാത്തത്, എന്ത് കൺസെപ്റ്റാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. സർപ്പിള പാഠ്യ പദ്ധതിയുടെ വക്താവ് ആരാണ്? സ്പൈറൽ കരിക്കുലം ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹൂസ് കോൺട്രിബ്യൂഷൻ. ആരാണ് സ്പൈറൽ കരിക്കുലം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇവിടെ 4 ഓപ്ഷൻസ് നോക്കൂ. ആരൊക്കെയാണ്? ബ്രൂണർ, സ്കിന്നർ, വാട്സൺ, ഗാർഡ്നർ. ആരാണ് ഇവിടെ? ബ്രൂണർ ഉണ്ട്, സ്കിന്നർ ഉണ്ട്, വാട്സൺ ഉണ്ട്, ഗാർഡ്നർ. ആരാണ്? നമുക്കറിയാം സ്പൈറൽ കരിക്കുലം അത് ആരുടേതാണ്? ബ്രൂണറുടേതാണ്. ബ്രൂണറുടെ കോഗ്നിറ്റീവ് കൺസെപ്റ്റുകളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം. അതുപോലെ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇതിൽ നമുക്കറിയാം ഇതിൻ്റെ മലയാളം ചാക്രികാരമാണ് രീതിയിൽ. സ്പൈറലിംഗ് എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ്? ഒരു പഠന രീതിയാണ്. ഒരു ഓൾറെഡി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും കൊണ്ടുപോവുക. അതായത് ഓൾറെഡി ഒരു സ്പൈറലിംഗ് മോഡലിലാണ് കിട്ടിയ അല്ലെങ്കിൽ കുട്ടി അക്വയർ ചെയ്ത അറിവിന്മേൽ കുറച്ചുകൂടി അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്ന രീതിയാണ്. പാഠ്യവസ്തുക്കളെ സ്പൈറൽ സമീപനത്തിനനുസരിച്ച് ക്രമീകരിക്കും. അപ്പോൾ ആശയങ്ങൾ പലതവണ നിരീക്ഷിച്ച് വർഗീകരിച്ച് അതിൻ്റെ ഒരു അനുമാനം നടത്തി ഘട്ടം ഘട്ടമായാണ് കുട്ടികൾ പഠനം നടത്തുന്നത്, ഇത് അറിവ് സ്വായത്തമാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് സ്പൈറലിംഗ് എന്ന രീതിയിലേക്ക്. അതായത് വെറും ഒരു റിപ്പീറ്റേഷന് അപ്പുറം കുറച്ചും കൂടി ഡെപ്തിലേക്ക് അതിൻ്റെ വിവിധ വശങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി അറിവിൻ്റെ ഡെപ്തിലേക്ക് പോകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളേവാ? എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ? നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കാറുണ്ട്. ഡബിൾ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ത്വരിത പഠനം, ഇത്തരം കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. നോക്കാം. പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നതായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പ്രോബ്ലം അറൈസിങ് ഫ്രം ഫ്രസ്ട്രേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. നമുക്കറിയാം അവരുടെ സ്പെഷ്യൽ നീഡ്സ് അതിനെന്ത് ചെയ്യും? തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ശരിയാണ്, അവർ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. രണ്ടാമത് നോക്കൂ. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബൈ ദ ടീച്ചേഴ്സ്. ചിലപ്പോൾ കുട്ടികൾ മനസ്സിലാക്കൂലേ ഇത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. അപ്പോൾ അവരെ മനസ്സിലാക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. അതും അവരുടെ ഒരു പ്രോബ്ലമാണ്. 3. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം നോൺ ചാലഞ്ചിങ് ക്ലാസ് വർക്ക്. അവരുടെ ക്ലാസ് വർക്കുകൾ അവർക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലല്ല, നോൺ ചാലഞ്ചിങ് ക്ലാസ് വർക്കുകൾ. അപ്പോൾ അത് സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അവരെ സംബന്ധിച്ച് കുറച്ചും കൂടി വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ അതുപോലെ ക്ലാസ് വർക്കുകൾ കിട്ടുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. സോ 3 ഓപ്ഷൻസും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക. അതായത് പ്രോബ്ലം സോൾവിങ് അതിൻ്റെ സ്റ്റെപ്സുകൾ അറേഞ്ച് ചെയ്യാനാണ്. ഇതിൽ ആദ്യം വരുന്നത് നമുക്കറിയാം, ഇതിൽ ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടങ്ങളുണ്ട്, പക്ഷേ അത് ഇവിടെ വരുന്നില്ല. 3ാമത്തെ ഘട്ടമാണ് പിന്നെ വരുന്നത് ഹൈപ്പോത്തിസിസ് ഫോർമുലേഷനിലെ പരികൽപ്പനകളുടെ രൂപീകരണം. അപ്പോൾ ഫസ്റ്റ് ബി വരുന്നു, പിന്നെ എ വരുന്നു. ഓപ്ഷൻ അങ്ങനെയുണ്ടോ നോക്കൂ. ബി വന്നു, എ വരുന്നു, ബി വന്നു, എ വന്നു. ഓക്കെ, ബി വന്നു, എ വന്നു. 3ാമത്തത് നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ. ഇതാണ് സി ആയിട്ട് വരിക. സോ ബി എ സി. 4ാമത്തത് ഡ്രോയിങ് കൺക്ലൂഷൻ. അതിനൊരു
എന്ത് ചെയ്യുക, കൺക്ലൂഷൻ, നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം. സെക്കൻഡ് വരുന്നത് നോക്കുക, പ്രശ്നം നിർവചിക്കുക, ഡിഫൈനിങ്. നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. മൂന്നാമതാണ് ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ, നമ്മൾ പരികൽപ്പനകൾ രൂപീകരിക്കുന്നു. പിന്നെ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജികൾ ആസൂത്രണം ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ കളക്ഷൻ, വിവരശേഖരണം. പിന്നെയാണ് അവസാനം അതിൻ്റെ അപഗ്രഥനം, അനാലിസിസ്, നിഗമനം, കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭാഷ ആർജിച്ചെടുക്കാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട്. Who declared that an innate predisposition for language acquisition is present in the brains of each person? അല്ലെ, ബ്രെയിനിൽ അങ്ങനെയുള്ളൊരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് എന്ന് പറഞ്ഞത് ആരാടാ? പെട്ടെന്ന് പറഞ്ഞോളൂ, ആരാണ്? നോം ചോംസ്കി, വൈഗോഡ്സ്കി, പിയാഷെ, ബ്രൂണർ. ആരാണത്? അത് നോം ചോംസ്കി ആണ് അല്ലേ. നമുക്കറിയാം വൈഗോഡ്സ്കിയുടെ അല്ലേ ഭാഷ സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സാമൂഹികരമായ ഒരു പ്രക്രിയയാണ്. സമൂഹത്തിൽ നിന്നാണ് ഭാഷ അവൻ പഠിച്ചെടുക്കുന്നത് തുടങ്ങിയ കൺസെപ്റ്റുകൾ ആരുടേതായിരുന്നു? വൈഗോഡ്സ്കി ആയിരുന്നു. പിന്നെ പിയാഷെ, നമുക്കറിയാം പിയാഷയുടെ കൺസെപ്റ്റുകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിലല്ലേ അദ്ദേഹത്തിൻ്റെ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സെൻസറി മോട്ടോർ അല്ലേ, അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ. ആ 4 കൺസെപ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട. അതുപോലെ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകൾ പഠിക്കുക. ബ്രൂണറെ കുറിച്ച് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനിലെ 4 ആളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളുടെ ആൻസർ നോം ചോംസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും അല്ലേ. ക്രമീകരിക്കാൻ പറ്റും. എന്താണ്? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ പ്രത്യേകത എന്ന് ചോദിക്കുന്നത്? റിവേഴ്സിബിലിറ്റി, സീരിയേഷൻ, കൺസർവേഷൻ, ഇക്വിലിബ്രേഷൻ. ഏതാണിത് അല്ലേ? അക്കോർഡിംഗ് ടു പിയാഷെ, അഹഡ് പോസസ്ഡ് എബിലിറ്റി. പിയാഷയുടെ കൺസെപ്റ്റ് പ്രകാരം കുട്ടിക്ക് ഏത് എബിലിറ്റിയാണുള്ളത്? അതായത് അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സീരിയേഷൻ. എന്താണ്? ശ്രേണീകരണം. അപ്പം ഇവിടെ മറ്റുള്ളത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ റിവേഴ്സിബിലിറ്റി എന്താണെന്ത്? അപ്പോൾ ഒരു 2 രൂപയുടെ നാണയം അല്ലേ, അത് 4.50 പൈസ നാണയങ്ങൾ ചേർന്നാൽ 2 രൂപയാകും. അതേ സമയത്ത് ഒരു 2 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കിട്ടൂല. അതിനാണ് എന്തു പറയുക, അങ്ങനെ കിട്ടുകയാണെങ്കിൽ റിവേഴ്സിബിലിറ്റി കുട്ടിക്കുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരാൻ ഒരു ഫോർമുല തന്നു, ഒരു ഭാഗത്തേക്ക് പോകും, അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സിബിലിറ്റി ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇറിവേഴ്സിബിലിറ്റി. അപ്പോൾ അതാണ് റിവേഴ്സിബിലിറ്റി. കൺസർവേഷൻ എന്ന് പറഞ്ഞാലും അതിനെ കൺസർവേഷൻ ഓഫ് വോളിയം, അങ്ങനെ കുറേ സാധനം പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ് അല്ലേ, 2 പാത്രത്തിൽ ഒരേ അളവിലുള്ള വസ്തു 2 ഷേപ്പിലുള്ള പാത്രത്തിൽ എടുത്താൽ 2ലും തുല്യമാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നതാണ് കൺസർവേഷൻ അല്ലേ. പിന്നെ ഇക്വിലിബ്രേഷൻ, അത് എക്സ്ട്രാ വെറുതെ കൊടുത്തതാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേജസിൽ കുട്ടി നേടിയെടുക്കുന്ന എബിലിറ്റീസാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ സ്കീമുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അല്ലേ അക്കമഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ സന്തുലിതീകരണം ഉണ്ടാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടിയെത്തുന്നു. അതാണ് അറിവിനെക്കുറിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇക്വിലിബ്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയും എന്നത് ഏത് ഘട്ടത്തിലാണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പിയാഷയുടെ സ്റ്റേജസ്, അതായത് ഓരോ സ്റ്റേജസ്, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷൻ, അത് മനസ്സിലാക്കുന്നതിനപ്പുറം അതുപോലെ കോൾബർഗിൻ്റെ സ്റ്റേജസും മനസ്സിലാക്കുക. കോൾബർഗിൻ്റെ സ്റ്റേജസിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇങ്ങനെ 3 ഘട്ടത്തിലായിട്ട് ഓരോന്നിലും 2 കാര്യങ്ങളുണ്ട് അല്ലേ, 2 സ്റ്റേജസ് വരുന്നുണ്ട്. അതിൽ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് എന്നുള്ളതാണ് ആദ്യം വരുന്നത്. രണ്ടാമത് വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. മൂന്നാമത്തെ വരുന്നത് ഇൻ്റർപേഴ്സണൽ
അല്ലേ, കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ. ഇവിടെയാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നുള്ള നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ വരുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ അല്ലേ, മോറൽ ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജസിലാണ്? പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. അത് ഏതിലാണ് വരുന്നത്? അത് വരുന്നത് പ്രീ കൺവെൻഷനൽ സ്റ്റേജിലാണ്. കണ്ടോ, ഈ ആദ്യ ഘട്ടത്തിൽ അല്ലേ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഘട്ടത്തിലുള്ളത് പിയാഷയുടെ കൺസെപ്റ്റിൽ പ്രീ കൺവെൻഷനൽ സ്റ്റേജിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് പറയാം. അൺഫോൾഡിങ് ദ ബയോളജിക്കലി ഇൻഹെറിറ്റ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം നോൺ ആസ്. സമയാനുഗമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ്. മലയാളം പറയുന്ന സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നും, അതിന് ഇംഗ്ലീഷും കൂടെ നോക്കാം. ബയോളജിക്കലി ഇൻഹെറിറ്റ് അല്ലേ പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം നോൺ ആസ്. എന്താണ് ഈ ഓരോ സമയാനുഗമായിട്ട് ഓരോ പ്രത്യേക കാലക്രമത്തിനനുസരിച്ച് പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റ് ആയിട്ട് ലഭിച്ച പൊട്ടൻഷ്യാലിറ്റീസ് പ്രകടിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മോട്ടിവേഷൻ, മെച്ചുറേഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, ലേണിംഗ്. എന്താ പറയുന്നത്? അതിന് പറയുന്ന പേരാണെന്ത്? മെച്ചുറേഷൻ, പരിപക്വനം. അതിൻ്റെ മലയാളമാണിത് പരിപക്വനം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു അല്ലേ? സത്യത്തിൽ എന്താണ്? 5 വരകളാണ്, 5 ലൈൻസ് ആണ്. പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നത്? അതൊരു വീട് പോലെ നമുക്കിങ്ങനെ മൊത്തത്തിൽ തോന്നുന്നു അല്ലേ? അപ്പോൾ ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ ഏത് തത്വപ്രകാരമാണിത്? എന്താണ് നമുക്കറിയാം? ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഏതാണ്? നിങ്ങൾ പറയൂ. ലോ ഓഫ് ക്ലോഷർ ആണ് അല്ലേ? ക്ലോഷർ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു 5 ലൈൻ അപ്പുറം ഇതിനെ നമ്മൾ ക്ലോസ് ആക്കാൻ ശ്രമിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് പൊതുവായൊരു രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന? ഒരു വീട് പോലെ തോന്നുന്നു. സോ അതിനാണ് നമ്മൾ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയാം. ഇത് ലോ ഓഫ് പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോ ഓഫ് കണ്ടിന്യൂറ്റി, സിമിലാരിറ്റി, പ്രോക്സിമിറ്റി നമ്മൾ നേരത്തെ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ എന്ത് പ്രിൻസിപ്പിളാണ്? പ്ലഷർ പ്രിൻസിപ്പിൾ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് അബ്നോർമാലിറ്റി പ്രിൻസിപ്പിൾ. ഇതിൽ നമുക്ക് ആദ്യത്തെ 3 നോക്കിയാൽ മതി. സുഖതത്വം, യാഥാർത്ഥ്യ തത്വം, സാൻമാർഗിക തത്വം. ഇതിലേതാ വരുന്നത്? ഇത് എന്താണ്? ഒരു അല്ലേ ഇത് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിളാണ്. എന്നാൽ ഇതിലുള്ള ഈഗോയാണ് എന്ത്? റിയാലിറ്റി പ്രിൻസിപ്പിൾ കേട്ടോ. ഈഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൊറാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് ഏതാണ്? സൂപ്പർ ഈഗോ. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ആരെയാണ്? റിയാലിറ്റി പ്രിൻസിപ്പിളായ ഈഗോയാണ് എന്ത് അല്ലേ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പെഡഗോഗി, ഒരു പുതിയ ക്വസ്റ്റ്യൻ. പെഡഗോഗി എന്നതുകൊണ്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡഗോഗി? സ്കൂളിനെ കുറിച്ചുള്ളതാണോ? വിദ്യാഭ്യാസത്തെക്കുറിച്ചാണോ? കുട്ടിയെക്കുറിച്ചാണോ? അതല്ലെങ്കിൽ അധ്യാപന രീതിയെക്കുറിച്ചാണോ? എന്താണ് പെഡഗോഗി? ഈസ് എ സ്റ്റഡി അബൌട്ട് ടീച്ചിങ് മെത്തേഡ്സ്. അധ്യാപന രീതികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ എന്ത് പറയുക? പെഡഗോഗി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട് ചാർട്ട് തയ്യാറാക്കിയത് അല്ലേ? ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആരാണ് ഒരു ചാർട്ട് തയ്യാറാക്കിയത്? പെട്ടെന്ന് കിട്ടുമല്ലോ. ആരാണ്? ഫ്ലേവൽ, കാതറിൻ ബ്രിഡ്ജസ്, ഡാനിയൽ ഗോൾമാൻ. ആരാണ്? ഗാർഡനർ. ആരാണത്? അത് കാതറിൻ ബ്രിഡ്ജസ് ആണ്. നമുക്കൊക്കെ അല്ലേ ബ്രിഡ്ജസ് ചാർട്ട് നമുക്കറിയല്ലോ. ബ്രിഡ്ജസ് ചാർട്ട് ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ ഡാനിയൽ ഗോൾമാൻ ആരാണ്? ഇമോഷനാണ്. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? അല്ലേ? അതുപോലെ EQ എന്നുള്ള കൺസെപ്റ്റ് അതിൽ നിന്ന് വന്നതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഡാനിയൽ ഗോൾമാനാണ്. അതുപോലെ ഹവാർഡ് ഗാർണർ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ അല്ലേ വക്താവാണ് ആര്? ഹവാർഡ് ഗാർണർ. എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം എപ്പോഴും വരുന്നൊരു ചോദ്യമാട്ടോ. മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് ഇതിൽ ഏറ്റവും താഴെയുള്ളത് ഏതാണ്? നമുക്കറിയാം. ഏതാണ്? കോഗ്നിറ്റീവ്, ഫിസിയോളജിക്കൽ, എസ്റ്റീം, സേഫ്റ്റി. ഏതാണ് വരുന്നത്? ഫിസിയോളജിക്കലാണ് അല്ലേ? അതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് എന്ത്? സേഫ്റ്റി. രണ്ടാമത്തത് സേഫ്റ്റി നീഡ്സ് ആണ്. പിന്നെ അതിന് മുകളിലാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് വരുന്നത്.
പിന്നെ അല്ലേ റെസ്പെക്റ്റ്, കൊഗ്നിറ്റീവ്, ഐസ്തെറ്റിക്, ലാസ്റ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ സേഫ്റ്റി നീഡ്സ്, ഇതാണ് ഓരോ ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടങ്ങൾ, ആദ്യത്തെ 3 ഒരു ഘട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ. ആദ്യത്തെ 3 ഒരു ഒരു ഘട്ടമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഇതിൽ ഏറ്റവും മുകളിലുള്ളത് ചോദിക്കാറുണ്ട്, ആദ്യത്തെ ചോദിച്ച പോലെ സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബുദ്ധിയുടെ ഘടനാ മാതൃകയിലെ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏത് അല്ലേ. അതായത് നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ. ആരായിരുന്നു സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ? ഗിൽഫോർഡ് അല്ലേ. ഗിൽഫോർഡ് ആയിരുന്നു അതിൻ്റെ വക്താവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗിൽഫോർഡിൻ്റെ ഈ കൺസെപ്റ്റിൽ അദ്ദേഹം പ്രൊഡക്റ്റ് അതാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ, പ്രോസസ് അല്ലേ, പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൊഡക്റ്റിൽ പെടാത്തത് യൂണിറ്റ്, ക്ലാസസ്, കൊഗ്നീഷൻ, സിസ്റ്റം. ഏതാണ് അതിൽ? യൂണിറ്റും ക്ലാസസും സിസ്റ്റവും അതിൽ പെടുന്നതാണ്. സോ ഏതിൽ പെടുന്നില്ല? കൊഗ്നീഷൻ. നിങ്ങൾ ഈ കൊഗ്നീഷൻ എന്നുള്ളത് അതൊരു പ്രോസസ്സിൽ വരുന്നതാണ് അല്ലേ. അതായത് ഓപ്പറേഷനിൽ വരുന്നതാണ് ഏത്? ക്ലിയർ അല്ലേ? പ്രൊഡക്റ്റിൽ വരാത്തതാണ് ഏത്? കൊഗ്നീഷൻ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന തലത്തിലുള്ള നിരവധി മത്സര പരീക്ഷകൾക്കായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും 1-2 ക്വസ്റ്റ്യൻസ് ജെൻഡറിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഇവിടെ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം ഉണ്ട്, അവിടെ പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു, ആൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരെന്താ? പ്രാക്ടിക്കൽ അപ്രോച്ച്, ഡെമോക്രാറ്റിക് അപ്രോച്ച്, ജെൻഡർ ബയാസ്, റിയലിസ്റ്റിക് അപ്രോച്ച്. എന്തായാലും നമ്മൾ ജെൻഡറുമായി ബന്ധപ്പെട്ട് അത് ജെൻഡർ ബയാസ്, ലിംഗവിവേചനം എന്ന് പറയാം. അല്ലാതെ പ്രായോഗിക സമീപനം, ജനാധിപത്യം, യാഥാർത്ഥ്യബോധമുള്ള സമീപനം എന്ന് പറയാൻ പാടില്ല. കാരണം അവിടെ എന്ത് ചെയ്യണം? പെൺകുട്ടികളെ എന്നല്ല, ആർക്കും അല്ലേ അവരുടെ കഴിവിനനുസരിച്ച് ആരെയും തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ജെൻഡർ ബയാസാണ് വരുന്നത്. ഇതിൽ അവസാനത്തെ ചോദ്യമാണ് കുട്ടികളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നമുക്ക് ആലോചിച്ച് ഉത്തരം ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ്. കുട്ടികൾ പ്രോബ്ലം സോൾവേഴ്സ് ആണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്കില്ലേ ഉണ്ട്. ദേ ആർ ആക്റ്റീവ് എക്സ്പ്ലോറേഴ്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അവർ ചുറ്റുപാടുകളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു. ശരിയാണ്. ദേ ആർ ഇൻക്വിസിറ്റീവ്. അന്വേഷണ ത്വരയുള്ളവരാണ് കുട്ടികൾ. അങ്ങനെയല്ലേ എപ്പോഴും അല്ലേ പല കാര്യങ്ങളും അറിയാൻ വേണ്ടി അവർ ശ്രമിക്കും. ദേ ആർ പാസീവ് ലേണേഴ്സ്. അവർ നിഷ്ക്രിയ പഠിതാക്കളാണ്. സോ അങ്ങനെ ഒരു കുട്ടികളെ നമുക്ക് ചാപ്പ കുത്താൻ പാടില്ല. ദേ ആർ പാസീവ് ലിസണേഴ്സ് എന്നുള്ളത് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പം 15-ൽ 15 കിട്ടിയവരൊന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് ഈ ക്വസ്റ്റ്യൻസിൽ, എത്രയാണോ ആ ക്വസ്റ്റ്യൻസ്, എത്ര നമ്പേഴ്സാണ് ആ നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി എന്ന് ഉറപ്പായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് സൈക്കോളജിയുടെ വീഡിയോസ് ഇടാം. കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കും ഓരോ ദിവസവും അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.